ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് ഇവിടെ കയറി പോവാം. അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫെഡ് റേറ്റ് നമ്മുടെ RBI റേറ്റ് കട്ട് എന്ന് പറയുന്നത് 0.25 ആയിട്ട് കട്ട് ആയിട്ടുണ്ട്. രണ്ടാമത്തത് ഫെഡ് പോളിസീസ്, US ഫെഡ് പോളിസീസിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ ഡേറ്റാസ് സ്ലൈറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിഗോ ഏവിയേഷൻ്റെ ആ പ്രശ്നങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. അതിലും വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ള സിറ്റുവേഷൻസൊക്കെയാണ് അവിടെ ഉള്ളത്. ഇത് ഡയറക്റ്റ്ലി നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോക്കിലേക്ക് നമ്മൾ കടന്നു പോകാത്തത്. അതായത് ലിറ്ററലി നമ്മുടെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. PCR റേഷ്യോ ഒക്കെ നോക്കാറുണ്ട്, അതൊക്കെ ഒരു 1.2 നിൽക്കുന്നത്. അതായത് സ്ലൈറ്റ്ലി മാർക്കറ്റ് ഫ്ലാറ്റ്. മാർക്കറ്റിൽ ആൾക്കാരുടെ ബയസിങ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓക്കെയാണ്, മാർക്കറ്റ് കയറാം എന്നുള്ള ഒരു ചെറിയൊരു മാർക്കറ്റ് ഫ്ലാറ്റ് വിത്ത് കോൺഫിഡൻസ് എന്നുള്ളൊരു സംഭവമാണ് അവിടെ നിൽക്കുന്നത്. സോ നമ്മളും പ്ലാൻ ചെയ്യുക അത് തന്നെയാണ്. മാർക്കറ്റിൽ ഒരു ബയസിങ് എന്താണോ ട്രെൻഡ്, നമ്മളെ ട്രെൻഡ് ബുള്ളിഷ് ട്രെൻഡാണ്. ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ കയറി നോക്കുമ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നിഫ്റ്റിയുടെ അപ് ട്രെൻഡിനെ കുറിച്ച്, ബാങ്ക് നിഫ്റ്റിയുടെ അപ് ട്രെൻഡിനെ കുറിച്ച്, ക്രൂഡ് ഓയിലിൻ്റെ അപ് ട്രെൻഡിനെ കുറിച്ച്, നാച്ചുറൽ ഗ്യാസിൻ്റെ അപ് ട്രെൻഡിനെ കുറിച്ച്, ഇതെല്ലാം ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കട്ട് ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴും മാർക്കറ്റിൽ ഒരേ ഡയറക്ഷൻ തന്നെ, അതായത് ആ ട്രേഡ് വിത്ത് ദ ട്രെൻഡ് അത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒറ്റ ട്രെൻഡിൽ തന്നെ അങ്ങനെ തന്നെ പോകുമായിരുന്നു. ലിറ്ററലി നല്ല വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു. ഒരൊറ്റ ട്രേഡ് മാത്രം SL ഹിറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. ബാക്കി വലിയ നഷ്ടങ്ങളില്ലാണ്ട് സമാധാനപരമായി, അതായത് മാർക്കറ്റിൽ വിൻഡോസ് ഉണ്ട്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറിൽ ബുള്ളിഷ് ഏരിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് ആയിരിക്കണം നിൽക്കുക. ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് 2.5 ആഴ്ചകളായിട്ട് ആ ഒരു സപ്പോർട്ട് അങ്ങനെ തന്നെ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഒരുപാട് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ ഗ്രൂപ്പിനുള്ളിൽ സ്ക്രീൻഷോട്ട് ചെയ്യാനുള്ള റൂൾസ് ഇല്ല, ഷെയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് ബിഗിനേഴ്സിനെ ടെംപ്റ്റ് ചെയ്യും. അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചതാണ്. പേഴ്സണലി എനിക്ക് വരുന്നുണ്ട്, കാണുന്നതിൽ വളരെ സന്തോഷം. സ്റ്റുഡൻസ് ആണെങ്കിലും ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള നോർമൽ ട്രേഡിംഗ് മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അവരൊക്കെ വളരെ കോൺഫിഡൻ്റ്ലി, വളരെ ഹാപ്പിലി ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സന്തോഷമായിട്ടുണ്ട്. അത് എടുത്ത് തന്നെ പറയണം. നമുക്കപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇത് അപ് ട്രെൻഡിനെ കുറിച്ച് ഈ ഒരു ട്രേഡ് മാത്രമാണ് അതിനകത്ത്. ഇതും SL അല്ല, അത് ആക്ച്വലി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തതാണ്. അതും ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു 540 എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഒരു ഏരിയ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അത് തിരിച്ച് വീണ്ടും ഇതിൻ്റെ ഹയർ വാല്യൂവിലേക്ക് പോയാൽ ഇതിനൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. 452 മേളിൽ സ്ട്രോങ് ക്ലോസിങ് എന്നുള്ളതായിരുന്നു. അത് ഈ ക്യാൻഡലിൽ വന്നു. ഇതിനേക്കാളും ബെറ്റർ ഈ ക്യാൻഡലിലായിരുന്നു ആ ട്രേഡ് ട്രിഗർ ചെയ്തത്. അത് പറന്നു എന്നുള്ളതാണ്. ഇതും ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. നിഫ്റ്റി ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ പാറ്റേൺ ആയിരുന്നു. ലാസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ അനാലിസിസ് ചെയ്യുമ്പോൾ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിലായിരുന്നു അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാറ്റേണിൽ നിന്ന് കപ്പ് ആൻഡ് ഹാൻഡിൽ യൂഷ്വലി ബ്രേക്കിംഗ് അപ്സൈഡാണ് അല്ലേ. ആ ഒരു ബ്രേക്കിംഗ് അപ്സൈഡ് ഈ ഒരു ഏരിയയ്ക്ക് അടുത്തേക്ക് വന്നിട്ടുണ്ട്. സോ 240 റേഞ്ചിലാണ് ഇത് പോകാനുള്ളത്. എന്നാൽ ആ സമയത്ത് 200 റേഞ്ചിൽ തന്നെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്യുകയും അവിടുത്തെ സെല്ലേഴ്സ് അവിടെ ആ ഒരു ഏരിയ പിടിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ്. സോ അടുത്ത റേഞ്ചസ് എന്ന് പറയുന്നത് 280 റേഞ്ചസിനകത്തും ഇല്ലെങ്കിൽ അതിന് മേളിലേക്കുള്ള റേഞ്ചസിന് ഇനി അവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ കുറച്ച് പ്രീവിയസ് ഡേറ്റാസിലേക്ക് പോയാൽ അവിടെ ഉണ്ട്. അവിടെ ഒരു 325 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത. സോ ഈ ഒരു ഏരിയ 320 റേഞ്ച് ഉണ്ട്. അടുത്ത് 400-440 റേഞ്ച്. അപ്പോൾ ഇവിടെ അടുത്തൊരു ബോക്സ് വരയ്ക്കണമെങ്കിൽ ഈ ഒരു ബോക്സ് ആയിരിക്കും നമ്മൾ വരയ്ക്കുക.
ഇതാണ് അടുത്തൊരു റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, 200 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഈ ഒരു 240 280 റേഞ്ചിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 26,400 or 440 അതിൻ്റെ ടാർഗറ്റ് റേഞ്ച്. അത് ഞാൻ ഒറ്റ ദിവസത്തെ ടാർഗറ്റ് അല്ല പറയുന്നത്, ഈ മൊമെൻറ്റം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയാലുള്ള ഒരു ടാർഗറ്റാണ്. ഇപ്പോൾ ഇത് വീക്ക് ആയാലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻട്രാഡേ വൈസിൽ വീക്ക് ആയി കഴിഞ്ഞാൽ 26,100 താഴെ മുതൽ 25,960 ഇതും നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഒരിക്കൽ താഴെ വന്നപ്പോൾ ഇത് താഴേക്ക് വന്നപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന സെയിം ട്രേഡായിരുന്നു. 180 to 100, 100 to 26,000 അല്ലെങ്കിൽ 25,960 ആണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം അവിടെ ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈ ലെവൽസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ പറഞ്ഞിരുന്നു, ഇതൊക്കെ ട്രേഡ് ചെയ്തിരുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ലെവൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബൈ ചെയ്യാനുള്ളത് ഇല്ലെങ്കിൽ സെല് ചെയ്യാനുള്ള ഏരിയാസ് ആണെന്നുള്ളത്. വിത്ത് ഓൾ റെസ്പെക്ട്, ഓപ്ഷൻ ബൈയിങ് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സെറ്റപ്പാണ്. സോ ഇതുപോലുള്ള നല്ല ലെവൽസ് മാത്രം ട്രേഡ് ചെയ്യുക, നല്ല നോളജ് ഉണ്ടെങ്കിൽ, നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട സംഭവമാണ്. ഇഫ് യു ആർ ബിഗിനർ, ദറ്റ് മീൻസ് ഒരു 2 വർഷത്തിന് താഴെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അനാലിസിസ് ഡേറ്റ. ഇതിന് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാർഗറ്റ്സ് സ്ലൈറ്റ് റെസിസ്റ്റൻസ് 240 റേഞ്ചിൽ, അടുത്തൊരു 320 റേഞ്ചിലും 400 റേഞ്ചിലാണ് എൻ്റെ ടാർഗറ്റ്. താഴേക്കാണെങ്കിലോ 26,100 താഴേക്ക് 26,000, 25,880 എന്നിങ്ങനെയുള്ള ലെവൽസാണ് അവിടെ ഉള്ളത്. ഓക്കെ, അടുത്ത് ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇതായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതിനു മേളിൽ ശക്തമായിട്ടുള്ള ക്ലോസിങ്. നമ്മുടെ ബാച്ച് 12ൻ്റെ ലൈവ് ക്ലാസ്സിനുള്ളിൽ ഈ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടാർഗറ്റ്സും എല്ലാം അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് സിംഗിൾ ക്യാൻഡിൽ അവർക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് റെക്കോർഡ് വീഡിയോ ആണ്, പക്ഷെ അത് ബാച്ചിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാനത് യൂട്യൂബിൽ ഷെയർ ചെയ്തിരുന്നില്ല. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക. 400 താഴെ മാത്രം ചെറിയൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതും 84-ൽ ടാർഗറ്റ് ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഇത് ഒരു ചെറിയൊരു ട്രേഡാണ്. ഇതിന് അധികം കാര്യമായിട്ട് പോകരുത്, വലിയ ട്രേഡ് ചെയ്ത് മണ്ടത്തരം കാണിക്കരുത്. 5,444 മേളിൽ കയറി കഴിഞ്ഞാൽ അടുത്ത് 5,488 അടുത്തൊരു ടാർഗറ്റ് 88 to 96 വരെ അതിന് ടാർഗറ്റ് ബേസ് ഉണ്ട്. സോ ഈ ഒരു ട്രേഡിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത്. സോ ഇത് മേളിലേക്ക് 5,500 തൊട്ടടുത്തേക്കുള്ള 1,496, 88 റേഞ്ചിലേക്ക് ഇതിന് ടാർഗറ്റ് കീപ്പ് ചെയ്യുക. താഴേക്കാണെങ്കിൽ ചെറിയൊരു ട്രേഡ് ഇവിടെ ഉള്ളൂ. യഥാർത്ഥ ട്രേഡ് എന്ന് പറയുന്നത് ഇതിന് താഴേക്ക് ഈ ഒരു ലെവലാണ് 5,324-നും 5,384-നും ഇടയിലുള്ള ഒരു ട്രേഡാണ് ക്രൂഡ് ഓയിലിന് പറയാനുള്ളത്. നാച്ചുറൽ ഗ്യാസും ഹൈയിലാണ് നിൽക്കുന്നത്. സോ ഇതിൻ്റെ ഹൈ വാച്ച് ചെയ്ത് വയ്ക്കുക 496 എന്നുള്ളത്. അപ്പോൾ 488 മുതൽ 96 വരെയുള്ള ഒരു ചെറിയൊരു ട്രേഡ് അവിടെ കിടപ്പുണ്ട്. താഴേക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 72, 64 വരെയൊക്കെ ഇതിനകത്ത് ലെവൽസ് ഉണ്ട്. സോ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഞാൻ തൽക്കാലം ഇപ്പോൾ 64, ഓക്കെ ഞാൻ ഫുള്ളി അങ്ങ് ഇടുന്നില്ല. ഓക്കെ, 88, ഓക്കെ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് 76 അല്ല, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ലെവൽസ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ട്രേഡ് വന്നേക്കാം. മോസ്റ്റ്ലി സപ്പോർട്ട് എടുത്ത് കയറി പോകുന്ന ഒരു ഏരിയസിൽ, ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. 76 റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ബോക്സ് ഇവിടെ വേണമെങ്കിൽ വരച്ചിടുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം അത് തിരിച്ച് കയറി പോവുകയാണെങ്കിൽ അതിൻ്റെ നിയർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 88, 96 മേളിലോട്ടുള്ള വാല്യൂസിലാണ്. ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണയുള്ള ഒരു സ്ഥലമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്നതിൽ ഒരു കൺട്രോൾ ഏർപ്പെടുത്തുന്ന ഒരു സംഭവം വരുന്നുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി മേടിക്കുന്ന കുറച്ചിട്ടുണ്ടല്ലേ. സോ അതിൻ്റെ ഇതാണ് പെട്ടെന്ന് ഇതിനകത്ത് ട്രിഗർ ചെയ്തത്. നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് കട്ട് ചെയ്തു. നമ്മുടെ ട്രംപിന് വെനസ്വേല പിടിച്ചെടുക്കണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. സോ അതും കൂടെ ചേർത്തിട്ടാണ് ആ പ്രശ്നം വരുന്നത്. സോ അതിനെക്കുറിച്ച് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.